വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ് അർജുൻ. സോ ഇന്ന് നമ്മുടെ വിഷു വ്ളോഗാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഓൺ ദ വേ ടു ടെമ്പിൾ കൂടൽമാണിക്ക അമ്പലത്തിലാണ്. ഞങ്ങൾ എല്ലാ വർഷവും വിഷുവിന് പോയി തൊഴുന്നത് രാവിലെ തന്നെ. അപ്പം ഞങ്ങൾ കൂടൽമാണിക്ക അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അർജുനാണ് ഡ്രൈവ് ചെയ്യണത്. വെള്ളയും വെള്ളയ്ക്കാണ് ഇട്ടേക്കണത്. എന്താ ഉദ്ദേശം എനിക്കറിയില്ല. ഞാൻ കുറെ പറഞ്ഞ വിഷുവാണ് കളർഫുൾ, എന്നോട് പറഞ്ഞില്ല ഒരു ചേഞ്ചിന് വെള്ളയും വെള്ളയും. എനിക്ക് മറ്റേ ഈസ്റ്ററിനും പെരുന്നാളിനൊക്കെ നമ്മൾ ഇങ്ങനെ ഇടുമല്ലോ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ ഫൈൻ. അപ്പൊ അമ്മ ഹായ് പറയൂ. ആദി ഹായ് പറയൂ വ്ളോഗില്. ആദി ഹായ് പറ. ഹായ് എന്ന് പറ. ഓക്കെ ഫൈൻ. അവൻ എന്തൊരു മൂഡിലാന്ന് പറഞ്ഞു ഹായ് പറയാൻ. ഓക്കെ അപ്പൊ ഞങ്ങളുടെ ആക്ച്വലി ഈ വിഷു എന്താ സ്പെഷ്യൽ എന്നറിയോ? എൻ്റെ വീട്ടില് ഫസ്റ്റ് വിഷുവാണ് കല്യാണം കഴിഞ്ഞിട്ട്. ആഫ്റ്റർ മാരേജ് അല്ല, എൻ്റെ വീട്ടിൽ ആഘോഷിക്കുന്ന ഫസ്റ്റ് വിഷു. കഴിഞ്ഞ വിഷു അർജുൻ്റെ വീട്ടിലായിരുന്നു. അതെ, അപ്പൊ അവിടെ തിരുവനന്തപുരത്ത് എങ്ങനെയാന്ന് വെച്ചാൽ വിഷു നമ്മൾ കണിയൊക്കെ വെക്കും, നമ്മൾ വിഷു കഴിഞ്ഞിട്ട് കൊടുക്കും. പക്ഷെ അങ്ങനെ പടക്കം പൊട്ടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പടക്കം അല്ലെങ്കിൽ കമ്പിത്തിരി. അപ്പൊ തിരുവനന്തപുരം കൊല്ലമൊക്കെ കാണുന്നവർക്ക് മേ ബി കൊല്ലത്തും അങ്ങനെയാണോ മേ ബി റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവര് കൂടുതൽ ദീപാവലിക്കാണ് അതൊക്കെ ചെയ്യുന്നത്. ദീപാവലിയാണ് അവർ ഫുൾ അങ്ങനെയൊക്കെ ആഘോഷിക്കുന്നത്. നമ്മുടെ ഇവിടെ ദീപാവലി നമ്മൾ നോർമലി സ്വീറ്റ്സോ അല്ലെങ്കിൽ വിളക്കൊക്കെ വെച്ച് അത്രേ ഉള്ളൂ, നമ്മൾ പടക്കമൊന്നും പൊട്ടിക്കില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളിങ്ങനെ ഞാനിവിടെ കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്താം. ഞങ്ങളിപ്പോൾ അമ്പലമാണ് ആദ്യം പോകുന്നത്. അമ്പലത്തിൽ പോയി വന്നിട്ട് പിന്നെ അമ്മ എന്തൊക്കെയോ രാവിലെ എണീറ്റ് കുക്കൊക്കെ ചെയ്തു ഓൾറെഡി. ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ അതൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ എന്താ ചെയ്തേ? കണി കണ്ടു. ഓക്കെ, കണി കണ്ടു. കണിയുടെ ഞാനിവിടെ കാണിക്കാം കേട്ടോ. നമ്മളെ ഈ ഒരു അമ്പലത്തിൽ പോണ ബിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അപ്പൊ രാവിലെ ഒരു 4:30 ആയപ്പോൾ അമ്മ എന്നെ വിളിച്ചോണത്തി കണി കാണിച്ചു തന്നു. പിന്നെ ഞാൻ അർജുനെ വിളിച്ചോണത്തി കണി കാണിച്ചു. പിന്നെ ആദ്യനെ ഞങ്ങള് വെളുപ്പിന് വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ട് രാവിലെ ആയപ്പോൾ അവനെ കുളിച്ച് മുണ്ടും ഷർട്ടും കണ്ട. അവന്റെ പുതിയ മുണ്ടും ഷർട്ടാണ്. പുതിയ മുണ്ടും ഷർട്ടൊക്കെ എടുത്ത് ഇന്നലെ പോയി എടുത്തത് രാത്രി. ഞാൻ അർജുനും കൂടി പോയി ആണ് എടുത്തത്. അങ്ങനെ അപ്പൊ പെട്ടെന്ന് കിട്ടിയത് പറഞ്ഞാൽ ഒപ്പിച്ച് ആദിക്ക് രാത്രി. അങ്ങനെ അപ്പൊ അതാണ് നമ്മുടെ വിഷു. അപ്പൊ ഈ ഒരു വ്ളോഗ് അത്രേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒരു വിഷു വ്ളോഗ്, നമ്മുടെ സദ്യ അങ്ങനത്തെ കാര്യങ്ങള് അതൊക്കെ ആയിരിക്കും ഉൾപ്പെടുത്തേ. അപ്പൊ ഞങ്ങളിപ്പോ കൂടൽമാണിക്ക അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അതിന് ശേഷം കാണിക്കാം. അപ്പൊ നമ്മളിതേ തൊഴുതൊക്കെ കഴിഞ്ഞു, അമ്പലത്തിലൊക്കെ തൊഴുത്. ഇനിയിപ്പോൾ ഇവിടെ ആകെ നമുക്ക് എക്സ്ട്രാ ഒരു പ്രതിഷ്ഠയുള്ളൂ, ഗണപതിയാണ്. അപ്പം ഈ ഗണപതി പുറത്താണ്. ഗണപതിനെ കൂടി തൊഴുതിട്ട് ഞാൻ അമ്മയും അർജുനും ആദ്യം അടി വന്നില്ല അമ്പലത്തിലോട്ട്. ഞങ്ങൾ 4 പേരാണ് വന്നത്. അങ്ങനെ യെസ്, തൊഴുത് നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം ഇതേ കണ്ടോ, നമ്മൾ കാണുന്നുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എല്ലാ വർഷവും അതെ വിഷുവിന് വരുമ്പോൾ നല്ല തിരക്ക് കാണും. അർജുട്ടാ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഇതാണ് നമ്മുടെ വിഷു കണി. മതി ആദി ബാ. അപ്പൊ നമ്മളെപ്പോഴും സ്വാമി റൂമിലാണ്, നമ്മുടെ പൂജാമുറിയിലാണ് നമ്മൾ കണി ഒരുക്കുന്നത്. മരുമകനെ ആദ്യമായിട്ട് അമ്മായിമ്മ കൈനീട്ട് കൊടുക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അടുത്ത ആദിക്കാണ് കൈനീട്ടം. അമ്മ ഫസ്റ്റ് എനിക്ക് തന്നു. ആയി ആദിക്ക് കൈനീട്ടം കിട്ടിയില്ലോ. എടുത്തു വെച്ചോ, പോക്കറ്റിൽ എടുത്തു വെച്ചോ. ഇനി അജൂട്ടൻ തരും. ഉമ്മ കൊടുത്തോ? അജൂട്ടിന് ഉമ്മ കൊടുത്തോ?
പോക്കറ്റിലെടുത്ത് വെച്ചാ മതി, പോക്കറ്റിലെടുത്ത് വെച്ചോ. നോക്കട്ടെ ആദ്യം പോക്കറ്റ് കാണിച്ചേ. ആയി കൊറേ ഉണ്ടല്ലോ. ഞാനിവിടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് ചെയ്യണത്. ഞാനിവിടെ ഉരുളൻകിഴങ്ങ്, തക്കാളി, സവോള സ്റ്റ്യൂ. നാളികേരപ്പാൽ വെച്ചിട്ടുള്ള സ്റ്റ്യൂ അല്ലേ അമ്മ? അത് അമ്മയുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റാണ്. എൻ്റെ ഒരു മാസ്റ്റർ പീസ് ഉണ്ട്, കുമ്പളങ്ങ ഓല. അത് ഇന്ന് ഇപ്രാവശ്യം ഇല്ല. ഓക്കെ, പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് നമ്മൾ ഫുൾ വെജ് സദ്യയില് ഇതുപോലെ നാളികേരപ്പാൽ ഒഴിച്ചൊരു പൊട്ടാറ്റോ സ്റ്റ്യൂ കഴിക്കുമ്പോൾ നമുക്കൊരു നോൺ വെജിന്റെ ഒരു ഫ്ലേവർ വരുന്ന പോലെ. അപ്പൊ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റ്യൂ. അതല്ലെങ്കിൽ നല്ല അടിപൊളി സ്റ്റ്യൂ ആണ്. എനിക്ക് മൈ മോസ്റ്റ് ഫേവറേറ്റ് അമംഗ് ദ ഹോൾ സദ്യ. അപ്പൊ ഞങ്ങളിവിടെ ഓൾറെഡി ബാക്കി കറികളൊക്കെ ആയിട്ടോ. നമ്മുടെ എന്തൊക്കെയാ, അമ്മയുടെ മാമ്പഴ പുളിശ്ശേരി, അമ്മയുടെ അവിയല്, പിന്നെ അമ്മയുടെ ആദ്യം നമുക്ക് അവിടെ നല്ല കുട്ടിയായിട്ട് ആദ്യം അവിടെ ഇരിക്കേണ്ട. അതെ, പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ വഴുതനങ്ങയുടെ ഞാനാ ചെയ്തൊരു വഴുതനങ്ങ റോസ്റ്റ് ചെയ്തു. എന്താ ആദ്യം ചേച്ചിയമ്മയെ ഊഞ്ഞാലാട്ടണം എന്ന് പറഞ്ഞാൽ ഞാനാണ് സ്ഥിരവനെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പൊ അതാണ്. അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ അതേ നമ്മുടെ വിഷു സദ്യ ഹിയർ. ഞാൻ ജസ്റ്റ് കറികൾ എന്തൊക്കെയാണെന്ന് പറയാം. ചോറ്, മാമ്പഴപ്പുളിശ്ശേരി, നമ്മുടെ പൊട്ടാറ്റോ സ്റ്റ്യൂ, പപ്പടം, ക്യാബേജ്, മാങ്ങച്ചാറ്, പുളിയിഞ്ചി, പിന്നെ വെണ്ടയ്ക്ക തോരൻ, അവിയൽ, വഴുതനങ്ങ റോസ്റ്റ്, പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി, പിന്നെ ഓലനും പയറും, മത്തങ്ങയും പയറും ഓലൻ, പിന്നെ കായവറുത്ത് ശർക്കര വരട്ടി, പിന്നെ നമ്മുടെ രസം, മോര്. ഇത്രയാണ് നമ്മുടെ വിഷു സദ്യ. അപ്പൊ അതേ നമ്മള് പായസം ഉണ്ട്. പായസം പാലട പായസം ഞാൻ കാണിക്കുന്നില്ല എന്തായാലും, അത് വേറെ എവിടെ ഇരിക്കുന്നത്. അപ്പൊ അമ്മ ആദ്യത്തെ ഇലയിൽ കഴിക്കണോ. പിന്നെ അർജുനന് നമുക്ക് എന്താ പറയാ, വിഷു സത്യം പറഞ്ഞാൽ അർജുനന് ഇല്ല. അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചിട്ട് 1 വർഷം ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സദ്യയല്ല, പ്ലേറ്റിലാണ് കഴിക്കുന്നത്. യെസ്. ഞാൻ ഊണ് കഴിഞ്ഞിട്ട് റൂമിലേക്ക് എത്തിയിട്ട് വിളിക്കേ. അത് കത്തില്ല. ഹാപ്പി വിഷു പിടിച്ചോ. ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ആദ്യം പിടിക്കോ. ആദ്യം അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ വിഷു വ്ലോഗ് 2025. അപ്പൊ വളരെ സിമ്പിൾ വിഷു ആയിരുന്നു. നമ്മള് അമ്പലം, സദ്യ, അങ്ങനെ ഒരു നല്ലൊരു വിഷുക്കണി, അങ്ങനെ കൈനീട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ വിഷു വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടെന്ന് ഞാൻ വിചാരിക്കണു. അങ്ങനെ ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് കാണിക്കൊന്ന വാങ്ങിയതാണ്. കാരണം ഒറിജിനല് പൂവ് പെട്ടെന്ന് ഇങ്ങനെ കൊഴിയൂല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് വാങ്ങി വെച്ചാൽ, പക്ഷെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും വന്നില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എൻഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ്. കമോൺ, യെസ് പ്ലീസ് എൻഡ് അവർ വ്ലോഗ്. എങ്ങനെയുണ്ടായിരുന്നു വിഷു? വിഷു ഒക്കെ നന്നായിരുന്നു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും വിഷുവിന് മഴ വന്നു. അതെ, നല്ല മഴയല്ലേ ഇവിടെ. വിഷുവിന്റെ പൊലിമ ഒന്ന് കുറച്ച് കുറഞ്ഞു പോയി. പിന്നെ അപ്പൊ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടു ഐഷ് ചാനൽ പേര് അർജുൻ. ഐഷ് അർജുൻ. ഓക്കെ, ഹാപ്പി വിഷു.